ഇന്ന് ശബരിമലയിലെ ക്രമീകരണങ്ങൾ അവലോകനം ചെയ്തു. അവിടെ കാര്യങ്ങൾ ആദ്യത്തെ ദിവസത്തിലെ ചില പ്രശ്നങ്ങളുണ്ടായി എന്നുള്ളത് ഒഴിച്ചാൽ ഇപ്പോൾ പിന്നെ പിൽഗ്രിംസിൻ്റെ വരവൊക്കെ നിയന്ത്രണ വിധേയമാണ്. ഇന്നലെ ഏതാണ്ട് 1,00,000-ലേറെ ആളുകൾ വന്നിട്ടും അത് പോലീസ് കൺട്രോൾ വളരെ കൃത്യമായിട്ട് പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസും നമ്മുടെ ദേവസ്വവുമായിട്ടുള്ള ഒരു ഏകീകരണം കുറച്ചുകൂടെ മെച്ചപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ദർശനം സുഗമമായിട്ട് നടന്നു. 1,00,000-ലേറെ ആളുകൾ വന്നെങ്കിൽ പോലും ഇന്നിപ്പോൾ നമ്മൾ എരുമേലിയിൽ കൂടി ഈ സ്പോട്ട് ബുക്കിംഗ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ എരുമേലിയിൽ ഇല്ലാതിരിക്കുകയായിരുന്നു. അങ്ങനെ സ്പോട്ട് ബുക്കിംഗ് അവിടെ കൂടെ എന്തെങ്കിലും വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ വലിയ ആശങ്കയില്ല. അരവണ സ്റ്റോക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും പ്രശ്നമില്ല. നേരത്തെ എംപ്ലോയീസ് മെസ്സിനെ പറ്റി വലിയ തർക്കമുണ്ടായിരുന്നു ആദ്യത്തെ ദിവസങ്ങളിൽ. അത് ഇന്നലെ കൊണ്ട് വളരെ ഭംഗിയായിട്ടത് പരിഹരിച്ചു. കാര്യങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ഞങ്ങളെടുത്ത ഏറ്റവും നല്ലൊരു തീരുമാനം, പ്രധാനപ്പെട്ടെന്നുള്ളതിനേക്കാളും നല്ലൊരു തീരുമാനം എന്തെന്ന് വെച്ചാൽ ഈ ശബരിമലയിലെ അന്നദാനത്തെ പറ്റിയുള്ളൊരു തീരുമാനമാണ്. നിർഭാഗ്യവശാൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു മെനു എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ഈ പുലാവും സാമ്പാറും കൊടുക്കുക എന്നൊരു വളരെ വിചിത്രമായിട്ടൊരു മെനു അവിടെ നിലവിലിരുന്നു. കാരണം ഉത്തരേന്ത്യൻ പുലാവും ദക്ഷിണേന്ത്യൻ സാമ്പാറുമായിട്ടുള്ളൊരു ദേശീയ ഐക്യം ആ മെനുവിലൂടെ നടപ്പിലായിരുന്നു. അത് വരുന്ന ഭക്തജനങ്ങൾക്ക് തീരെ അത് ഹിതകരമായിരുന്നില്ല എന്ന് നമുക്ക് തന്നെ അറിയാം. അതേതായാലും അത് മാറ്റി നമ്മുടെ കേരളീയമായ സദ്യ കൊടുക്കണം എന്നുള്ള ഇന്നൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. സദ്യ എന്ന് പറഞ്ഞാൽ വെറും സദ്യയല്ല, വിത്ത് പപ്പടത്തോടും പായസത്തോടും കൂടിയ സദ്യ ഈ അയ്യപ്പന്മാർക്ക് കൊടുക്കും. കാരണം ഇത് ദേവസ്വം ബോർഡിൻ്റെ കാശല്ല. ഭക്തജനങ്ങൾ തീർത്ഥാടകർക്ക് അന്നദാനം കൊടുക്കാനായിട്ട്, അയ്യപ്പന്മാർക്ക് അന്നദാനം കൊടുക്കാനായിട്ട് ഏൽപ്പിക്കുന്ന കാശാണ്. ആ കാശ് ഏറ്റവും ഭംഗിയായിട്ടുള്ള അന്നദാനം ഭക്തജനങ്ങൾക്ക് കൊടുക്കാനായിട്ട് നമ്മൾ സജ്ജമാവുകയാണ്. അതുകൊണ്ട് പായസവും പപ്പടവും അത് ഞാൻ പറഞ്ഞു. അച്ചാറുണ്ടാവും, പായസം ഉണ്ടാവും, പപ്പടം ഉണ്ടാവും, വേറെ 3-4 കറികൾ എന്ന് വെച്ച് ഇവിടെ തിരുവനന്തപുരത്ത് വിവാഹ സദ്യയിൽ കൊടുക്കുമ്പോൾ 40 കറിയൊന്നും ഉണ്ടാവില്ല. ആവശ്യമുള്ളൊരു സദ്യ, ഒരു എസെൻഷ്യൽ കേരളീയ സദ്യ വിത്ത് പായസം ആൻഡ് പപ്പടം, അത് ഞാൻ വളരെ നിർബന്ധമാണ്, അത് കൊടുക്കണം. കാരണം പമ്പാ സദ്യ എന്നുള്ളത് പണ്ട് തൊട്ടേ അയ്യപ്പൻ്റെ ചരിതവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമ്മളെപ്പോഴും പമ്പാ സദ്യയെ പറ്റി കേട്ടിട്ടുണ്ട്. അതൊക്കെ അങ്ങ് നിന്ന് പോയി. പണ്ടൊക്കെ അവിടെ ഒരുപാട് പേരൊക്കെ സദ്യ കൊടുക്കുമായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ അന്നദാനത്തിൻ്റെ ക്വാളിറ്റി മെച്ചപ്പെടുത്താൻ നമുക്ക് ബാധ്യതയുണ്ട്. വേറെ ഒരു ഓപ്ഷനും ഇല്ല ഹോട്ടലിൽ പോയി കഴിക്കുക എന്നുള്ളത്. അത് എത്രയും പെട്ടെന്ന് ഇന്നിപ്പോൾ തീരുമാനമെടുത്തു. ഇന്ന് തന്നെ കമ്മീഷനോട് പറഞ്ഞിരിക്കുകയാണ്, വിളിച്ചു പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് ചട്ടം കെട്ടുക. നാളെ അല്ലെങ്കിൽ മറ്റന്നാളെങ്കിലും അത് നിലവിൽ വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അതൊരു വലിയ ഒരു നേട്ടമായിട്ട് ഞങ്ങളുടെ ബോർഡ് കരുതുകയാണ്. അതുപോലെ പന്തളത്തെ അന്നദാനത്തെ പറ്റിയും ചില പരാതികളൊക്കെ ഉണ്ടായിരുന്നു. കാരണം പണം കൊടുത്തില്ല. ഇന്ന് ഏതായാലും 10 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ മെനു ഉടനെ മാറ്റുന്നില്ല. അതും കാലക്രമത്തിൽ ഈ മെനുവിലേക്ക് നമ്മൾ വരും. പന്തളത്തെ അന്നദാനം മെച്ചപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. മൂന്നാമത്തെ ഒരു പ്രധാന തീരുമാനം എടുത്തത് ഇന്നലെ ജസ്റ്റിസ് സിരിജഗൻ, അദ്ദേഹം മാസ്റ്റർ പ്ലാൻ അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചു. കാരണം അടുത്ത വർഷത്തേക്കുള്ള തയ്യാറെടുപ്പ്, ശബരിമല സീസണിലെ തയ്യാറെടുപ്പ് തുടങ്ങണമെങ്കിൽ ഈ മാസ്റ്റർ പ്ലാനിലെ ഒരുപാട് പദ്ധതികൾ പ്രാവർത്തികമായെങ്കിൽ മാത്രമേ നമുക്ക് സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മാസ്റ്റർ പ്ലാൻ ഒരു തരത്തിൽ അങ്ങോട്ട് പോവുകയും ദേവസ്വം ബോർഡ് വേറൊരു വഴി കൂടെ പോവുകയും എന്നുള്ളതല്ല ശരി. ഇത് ഒരുമിച്ച് പോകണം. ഇതെല്ലാം ശബരിമലയ്ക്ക് വേണ്ടിയിട്ടാണ്. ശബരിമല തീർത്ഥാടനം മെച്ചപ്പെടുത്താനുള്ള വലിയ സൗകര്യങ്ങളാണ് പെർമനൻറ്റ് സൗകര്യങ്ങളാണ് മാസ്റ്റർ പ്ലാൻ വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് സമയബന്ധിതമായിട്ട് തീർക്കാൻ സാധിക്കണം. അവർ നമ്മളുമായിട്ടൊരു ഏകീകരണം ഉണ്ടാണ്. അവർ നമ്മളെന്നുള്ള പ്രയോഗം തന്നെ ശരിയല്ല. ഇത് ഒരുമിച്ച് ശബരിമല തീർത്ഥാടനം മെച്ചപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് ഇപ്പോൾ ഈ 18-ാം തീയതി അതിൻ്റെ അംഗങ്ങളെയെല്ലാം, ജസ്റ്റിസിനെ വിളിച്ചിട്ടില്ല, അദ്ദേഹം വരണ്ട, ചെയർമാൻ ഒഴികെ ബാക്കി എല്ലാവരും എടുത്തിട്ട് ബോർഡ് തന്നെ ഒരു അവലോകന യോഗം നടത്തുകയാണ്. 18-ാം തീയതി മാസ്റ്റർ പ്ലാനിലെ വിവിധ പദ്ധതികൾ എവിടെ നിൽക്കുന്നു, ഏതെല്ലാം ഘട്ടത്തിൽ നിൽക്കുന്നു, എന്തൊക്കെയാണ് തടസ്സങ്ങൾ, അതുപോലെ തന്നെ നമുക്കും അങ്ങോട്ട് പറയാനായിട്ട് അടുത്ത സീസണിന് മുമ്പ് ഇന്ന പ്രയോറിറ്റി അനുസരിച്ച് ഞങ്ങൾക്ക് ഇന്ന പദ്ധതികൾ തീർത്തു തരണം. അപ്പോൾ അവരെന്താ ബുദ്ധിമുട്ടെന്ന് പറയും. അതിന് പണമാണ് ബുദ്ധിമുട്ടെങ്കിൽ നമ്മൾ നല്ല കോർപ്പറേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്പോൺസേഴ്സിന് നമ്മൾ കണ്ടുപിടിച്ച് കൊടുക്കും. അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിലോ സർക്കാരിലോ പോയിട്ട് നമ്മൾ പണം കണ്ടുപിടിച്ച് കൊടുക്കും. പക്ഷേ ഇതിനൊക്കെ ഒരു ആലോചന ഇപ്പോഴേ തുടങ്ങിയാൽ നമുക്ക് ഫെബ്രുവരി മുതൽ ആരംഭിക്കുന്ന അടുത്ത തയ്യാറെടുപ്പിൽ ഈ മാസ്റ്റർ പ്ലാൻ കൊണ്ട് ശബരിമല സീസൺ ഭംഗിയാക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴേ ചെയ്തെടുക്കാൻ പറ്റും. ആ ഒരു സമന്വയത്തിന് വേണ്ടിയിട്ട് ഞാൻ 18-ാം തീയതി ഫുൾ ബോർഡ് തന്നെ മാസ്റ്റർ പ്ലാൻ കമ്മിറ്റിക്കാരെ വിളിച്ചിരിക്കുകയാണ്. ജസ്റ്റിസിനെ വിളിച്ചിട്ടില്ല, അദ്ദേഹത്തിന് വിളിക്കേണ്ട കാര്യമില്ല. 26-ാം തീയതി ഫുൾ മാസ്റ്റർ പ്ലാൻ്റെ കമ്മിറ്റി, ഹൈ പവർ കമ്മിറ്റി കൂടുന്നുണ്ട്. ആ കമ്മിറ്റിയിൽ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് എന്താണ് വേണ്ടത്, ശബരിമലയ്ക്ക് എന്താണ് ഈ മാസ്റ്റർ പ്ലാൻ ചെയ്തു തരേണ്ടതെന്നുള്ള വ്യക്തമായ ഒരു ചിത്രം നമുക്ക് കൊടുക്കാൻ പറ്റും. അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നമുക്കത് ഒരുമിച്ച് പരിഹരിക്കാൻ സാധിക്കും. ഒരു സമയബന്ധിതമായിട്ട് അറ്റ്ലീസ്റ്റ് 1 ഇയർ പെർസ്പെക്റ്റീവിൽ അവിടെ മാസ്റ്റർ പ്ലാൻ വഴി നമുക്ക് എന്ത് കിട്ടുമെന്നുള്ള ഉറപ്പ് വരുത്താൻ ഈ ഒരു അവലോകന യോഗം കൊണ്ട് സാധിക്കും. ഇതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്ന് പറഞ്ഞാൽ അടുത്ത വർഷത്തെ
ശബരിമല പ്രിപ്പറേഷൻ ഈ ഫെബ്രുവരി 1 ഞാൻ തുടങ്ങുമെന്ന് പറഞ്ഞ ആ ഒരു നിലപാടിൻ്റെ സാക്ഷ്യപത്രമാണ്, അല്ലെങ്കിൽ അത് സാക്ഷ്യപ്പെടുത്തലാണ് ഇതെല്ലാം. ഐ മീൻ ബിസിനസ്. ഫെബ്രുവരി 1 നമ്മൾ അടുത്ത വർഷത്തെ പരിപാടി തുടങ്ങും. അതിന് മുന്നോടിയായിട്ടാണ് ഈ തയ്യാറെടുപ്പെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടും ഉദ്യോഗസ്ഥന്മാരുടെ ജീവനക്കാരുടെയൊക്കെ സഹകരണം കൊണ്ടും വലിയ ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത വർഷം ഇതിനേക്കാൾ കുറ്റമറ്റ രീതിയിൽ ഇത് നമ്മൾ നടത്താനുള്ള ഒരു തയ്യാറെടുപ്പും മുന്നൊരുക്കവും ഇപ്പോൾ തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ മീറ്റിംഗ് ഒക്കെ നടക്കുന്നത്. ഡിസംബർ 18 ഇവിടെ വെച്ചിട്ട് ബോർഡിൽ വെച്ചിട്ടാണ് മാസ്റ്റർ പ്ലാൻ കമ്മിറ്റിയുടെ അംഗങ്ങളുടെ എല്ലാവരുടെ യോഗം വിളിച്ചു കൂട്ടാൻ ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് 26-ാം തീയതിയുള്ള മാസ്റ്റർ പ്ലാൻ കമ്മിറ്റിയിൽ ചെല്ലുമ്പോൾ നമുക്ക് എന്ത് ആവശ്യപ്പെടണം, എന്ത് പറയണം എന്നുള്ളതിനെപ്പറ്റി ഒരു വ്യക്തതയുണ്ടാവും. ഇതാണ് ഇത്രയും കാര്യങ്ങളെ ഇന്ന് തീരുമാനിച്ചുള്ളൂ. ബാക്കിയൊക്കെ റുട്ടീൻ ഐറ്റംസ് ആയിരുന്നു. കോളേജിലെയും സ്കൂളുകളിലെയും മറ്റ് ചില കോടതി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു. വാട്ടർ അതോറിറ്റിയുമായിട്ടുള്ള ചില തർക്കങ്ങളുണ്ടായിരുന്നു. വാട്ടർ അതോറിറ്റിക്ക് 5 കോടി രൂപ കൊടുക്കാൻ തീരുമാനിച്ചു. കഴിഞ്ഞ പ്രാവശ്യത്തെ ബില്ല് 13 കോടി രൂപ ഒരു തർക്ക എമൗണ്ട് ഉണ്ട്. അത് താൽക്കാലികമായിട്ട് 5 കോടി കൊടുക്കാൻ തീരുമാനിച്ചു. ഇങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങളായിരുന്നു കൂടുതലും. അല്ലാതെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളെന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. എനിക്ക് ഏറ്റവും ഹൃദ്യമായിട്ട് തോന്നിയത് നമുക്ക് അന്നദാനത്തിൽ സദ്യ കൊടുക്കുന്നു എന്നുള്ളതാണ്. വിത്ത് പായസം തന്നെ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തിനാണ് ചർച്ച ചെയ്യുന്നത്? ആവശ്യമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തന്നെ സമയം തികയാതിരിക്കും. ചർച്ച ചെയ്തിട്ടില്ല. നമ്മൾ ഈ ബോർഡ് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാമെന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. അല്ലാതെ വേറെ പഴയ കാര്യങ്ങൾ നേരത്തെയുള്ള ബോർഡ് ഒരു നിർദ്ദേശം പറയുന്നത്, അതായത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിന്റെ കവർച്ചയുമായി ബന്ധപ്പെട്ട് നേരത്തെ വിരമിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ ഉൾപ്പെടെയുള്ള നടപടി അതിന്റെ നിയമോപദേശമൊക്കെ തേടും എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പുതിയ ബോർഡിന്റെ മുന്നിൽ അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടോ? ഒന്നും ഇതുവരെ വന്നിട്ടില്ല. പ്രസിഡന്റ് കണ്ടിട്ട് അജണ്ടകൾ എന്തായാലും ഇനിയിപ്പോ അല്ലെ? തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ. നാട്ടു നടപ്പ് അങ്ങനെയല്ലേ.